അവന് വരാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ പറഞ്ഞില്ലേ? അതും കറക്റ്റാണ്. അത് ശരി, നിങ്ങളുടെ പെരുന്നാൾ ഇനിയും കഴിഞ്ഞില്ലേ? ഒന്നും പറയണില്ല മനുഷ്യ. പള്ളി പെരുന്നാളിനാകെ നാട്ടിൽ പോണത്. അടിച്ച് വിറ്റായി വണ്ടി എടുക്കാൻ പറ്റാ. അത് പിന്നെ കൊടുക്കാത്ത പെട്രോളിംഗ് അല്ലേ? വിളിച്ചത് ബുദ്ധിമുട്ടായോ? ചുമ്മാ പാതിരാത്രിക്ക് നിന്ന് ഫോർമാലിറ്റിക്കകത്ത് ചേട്ടന്മാർ വന്ന് വണ്ടി കയറി പോലെ വാ. ഇത് പിടിച്ചു തണ്ടാക്കി കയറ്, ഞാൻ ഫ്രണ്ടിൽ കയറാം. ആ പോയേക്കാം അല്ലേ? ഓ എത്ര കാലമായെന്നറിയോ ഒരു പള്ളി പെരുന്നാളിനൊക്കെ പോയിട്ട്. ഓഹ്, കുഞ്ഞിലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആണോ? വെടിക്കെട്ടും ബാൻഡ് മേളവും ഉണ്ടായിരുന്നു ഇന്ന്. ബാൻഡ് വേണോ? ആ മാനസങ്ങളിൽ പാടി കാണും അല്ലേ? അതെന്താണ്? അവരുടെ ഒരു ഫേവറേറ്റ് ഐറ്റം അല്ലേ മാനസങ്ങളിൽ? ഓ ബാൻഡ്. അയ്യോ, കേട്ടിട്ടില്ലേ? ധ്വനിയിലെ പാട്ടാണ്, അടിപൊളിയാണ്. മാനസ നിലയിൽ ആ എങ്ങനെയുണ്ട്? അല്ല ഈ ശ്രീകുമാർ സാറിനെ നിങ്ങൾക്കറിയോ? ശ്രീകുമാർ സാറിനെ അറിയോ? എന്താ ചോദിച്ചത്? അല്ല, ഞാൻ സാറിനെ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ. പുള്ളിയുടെ വണ്ടി എൻ്റെ വർക്ക്ഷോപ്പിലാണ് ശരിയാക്കുന്നത്. ഓക്കെ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തേ? ഇല്ല, ഒന്നുമില്ല, അത് ശരിയാവില്ല. ഏയ് ഒന്നുമില്ല. എന്ത്? ഒരു സെക്കൻഡ്, മൂത്രമൊഴിക്കട്ടെ. ഓ ഓനെന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഉണ്ടാവും. അല്ലാണ്ട് അവനങ്ങനെ ചോദിക്കുമോ? ഇനി എന്ത് ചെയ്യും? ചെയ്തല്ലേ പറ്റൂ. ഇനി നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടില്ല. എന്തായാലും ചെയ്യണം. മോളെ, ഞാനൊരു തീരുമാനമെടുത്തു. നിന്റെയും മനീഷിൻ്റെയും കാര്യത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഡാഡി ശരിക്കും? മനീഷിനോട് ഇതിപ്പോൾ പറയാൻ നിൽക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഭക്ഷണം എടുത്ത് വയ്ക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ ഡാഡി. അപ്പൊ ജീനയെ അറിയായിരിക്കുമല്ലോ അല്ലേ? അതാരാ? ശ്രീകുമാർ സാറിന്റെ മോള് ജീന. ഓ ഹോ, എൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് റിലേഷൻഷിപ്പില്ല. സാറിനതത്ര താല്പര്യമില്ല.
ആ പിന്നെ ഓരോരുത്തർക്കും അവരവരുടേതായ കാഴ്ചപ്പാട് അല്ലേ? ശ്രീകുമാർ സാറിനോട് സംസാരിച്ച് നോക്കിക്കോട്ടെ. ഞാനത് ആലോചിച്ചു, ആ. ശരിയാവില്ല എന്ന്. ഹലോ ഹലോ മോനെ മനു, അമ്മാനാടാ. അമ്മയ്ക്ക് നല്ല സുഖമില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. എവിടെ? മേരിമാതയിലാണോ? അതേ മോനെ, മോൻ പെട്ടെന്ന് വരണം, ഐസിയുല.